കബോ വെർദെ, വാട്ട് എ ടീം, വാട്ട് എ മാച്ച്. അർജന്റീനൻ ഫാൻസൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ ഓർത്തുപോയിട്ടുണ്ടാവും. ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു മാസം മുമ്പ് ജൂൺ 3-ാം തീയതി ഞാൻ ഈ ലോകകപ്പിലെ വിജയികളെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ 4 സെമി ഫൈനലിസ്റ്റുകളും ഇപ്പോഴും ഈ ടൂർണമെൻറ്റിൽ തന്നെ ഉണ്ട്. ആ പ്രവചന പ്രകാരം ഞാൻ പ്രവചിച്ചിരുന്ന ക്വാർട്ടർ ഫൈനൽ ഇപ്രകാരമാണ്. ഇതിൽ സ്പെയിൻ വേഴ്സസ് ബെൽജിയം, ബ്രസീൽ വേഴ്സസ് ഇംഗ്ലണ്ട് എന്നീ ക്വാർട്ടർ ഫൈനൽ റൗണ്ട് ഓഫ് 8 മാച്ചുകൾക്ക് ഇനിയും സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ അർജന്റീനയുടെ കളി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 4 ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമെങ്കിലും ക്വാർട്ടർ കാണാതെ പുറത്താകുമെന്ന്. ഇനി നമുക്കാദ്യം റൗണ്ട് ഓഫ് 16 അഥവാ പ്രീ ക്വാർട്ടർ ഫിക്സ്ചർ നോക്കാം. പ്രീ ക്വാർട്ടറിൽ ആദ്യം സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ മത്സര വിജയിയായ കാനഡയും നെതർലാൻഡ്സ് വേഴ്സസ് മൊറോക്കോ മത്സരത്തിലെ വിജയികളായ മൊറോക്കോയും തമ്മിലാണ്. രണ്ടാമത്തത് ജർമ്മനിയെ അട്ടിമറിച്ച പരാഗ്വേയും സ്വീഡനെ തകർത്ത ഫ്രാൻസും തമ്മിലാണ്. ക്ലബ് ലെവലിൽ റയൽ മാഡ്രിഡ് കുറച്ചുകാലം മുമ്പ് വരെ സ്ഥിരമായി ചെയ്തിരുന്ന പരിപാടി ഇപ്രാവശ്യം ഈ ലോകകപ്പിൽ ചെയ്ത ഈ ലോകകപ്പിലെ ഏറ്റവും അവിസ്മരണീയമായ തിരിച്ചുവരവ് നടത്തിയ ബെൽജിയവും USA തമ്മിലായിരിക്കും അടുത്ത മത്സരം. സെനഗലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്, പക്ഷേ ഇത് ഫുട്ബോളാണല്ലോ. അടുത്തതായിട്ട് റൗണ്ട് ഓഫ് 32-ൽ ഓസ്ട്രിയയെ ഒന്നുമില്ലാതാക്കിയ സ്പെയിനും ക്രൊയേഷ്യയെ മറികടന്നെത്തിയ പോർച്ചുഗലും. ക്രൊയേഷ്യയുടെ അവസാനത്തെ ഗോളൊക്കെ വിവാദമാണ്, എന്നാലും ജയിച്ചത് പോർച്ചുഗൽ എന്നുള്ള രീതിയിൽ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ എന്നുള്ള മത്സരമാണ് ഇനി പ്രീ ക്വാർട്ടറിൽ നടക്കാൻ പോകുന്നത്. അതിനുശേഷം ബ്രസീൽ നോർവേയെ നേരിടും. ഐവറി കോസ്റ്റിനെയും ജപ്പാനെയും തോൽപ്പിച്ചാണ് ഇരുവരും റൗണ്ട് ഓഫ് 16 പ്രീ ക്വാർട്ടർ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ആതിഥേയരായ മെക്സിക്കോ ഇംഗ്ലണ്ടുമായിട്ടാണ് അടുത്ത പ്രീ ക്വാർട്ടർ മത്സരം നടക്കാൻ പോകുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ കാര്യത്തിലും നേരത്തെ പറഞ്ഞ പോലെ സങ്കടമുണ്ട്. എത്ര വലിയ ഹൈ ലെവലിൽ പോലും ഇങ്ങനൊരു മാച്ച് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു മത്സരമായിരുന്നു അർജന്റീന വേഴ്സസ് കബോ വെർദെ. കബോ വെർദയെ കഷ്ടിച്ച് മറികടന്ന അർജന്റീനയും ഈജിപ്തും തമ്മിലായിരിക്കും അടുത്ത പ്രീ ക്വാർട്ടർ മത്സരം വരുന്നത്. ഈജിപ്ത് ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് മറികടന്നിരിക്കുന്നത്. റൗണ്ട് ഓഫ് 32-ൽ അൾജീരിയയെ തോൽപ്പിച്ച സ്വിറ്റ്സർലൻഡും കണ്ട ദുർമന്ത്രവാദികളെയൊക്കെ കൂട്ടുപിടിച്ചും കൊണ്ടുവന്ന ഗാനയെ തോൽപ്പിച്ച കൊളംബിയയും തമ്മിലാണ് അവസാനത്തെ പ്രീ ക്വാർട്ടർ മത്സരം നടക്കാനിരിക്കുന്നത്. അപ്പോൾ റൗണ്ട് ഓഫ് 16 അഥവാ പ്രീ ക്വാർട്ടർ ലൈനപ്പ് ഇങ്ങനെയാണ്: കാനഡ വേഴ്സസ് മൊറോക്കോ, പരാഗ്വേ വേഴ്സസ് ഫ്രാൻസ്, ബ്രസീൽ വേഴ്സസ് നോർവേ, മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട്, പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ, USA വേഴ്സസ് ബെൽജിയം, അർജന്റീന വേഴ്സസ് ഈജിപ്ത്, സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് കൊളംബിയ. ഇനി ഇതിൽ നിന്ന് ആരൊക്കെയാണ് ക്വാർട്ടർ കളിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ പ്രവചിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് മൊറോക്കോ വേഴ്സസ് ഫ്രാൻസ് ആണ്. 2 പേർക്കും റൗണ്ട് ഓഫ് 16 ഈസിയാണ്. അടുത്തതായിട്ട് ബ്രസീൽ വേഴ്സസ് ഇംഗ്ലണ്ടാണ് വരാൻ പോകുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് സ്പെയിൻ വേഴ്സസ് ബെൽജിയമാണ്. പോർച്ചുഗൽ സ്പെയിനെ തോൽപ്പിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവസാനമായി അർജന്റീന വേഴ്സസ് കൊളംബിയ എന്ന മത്സരവുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശദമായ ഒരു ലോകകപ്പ് പ്രവചനം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിലെ സെമി ഫൈനലിസ്റ്റുകളൊക്കെ നിലവിൽ ഇപ്പോഴും ഈ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താവാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയും നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, താങ്ക് യു.